ഇറാൻ ആണവബോംബ് നിർമ്മാണത്തിലേക്ക് നീങ്ങിയെന്ന ആരോപണവുമായി അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് രംഗത്ത് വന്നു. സംഘർഷത്തിനിടെ ഇസ്രയേൽ പാർലമെന്റിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ചർച്ചയാകുന്നു. കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമുക്കൊപ്പം വിദേശകാര്യ സ്പെഷ്യലിസ്റ്റ് BP ജെയിംസ് വരുന്നു. ഗുഡ് മോർണിംഗ് BP ജെയിംസ്. ഗുഡ് മോർണിംഗ് SKN. ഹായ്. സ്പെഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞതിന് പ്രത്യേകിച്ച് ചായ വാങ്ങി തരണം കേട്ടോ. ചെറിയൊരു നമ്മള് ജനങ്ങൾക്ക് വേണ്ടി വാർത്ത പറയാൻ അപ്പുറത്തേക്ക് വിശേഷങ്ങളൊന്നും വേണ്ട. ഓക്കെ, അപ്പൊ നമ്മൾ വാർത്തയിലേക്ക്. SKN, ഇന്ന് ജനീവയിൽ, സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ ഇറാനും അമേരിക്കയും തമ്മിൽ പരോക്ഷമായ ചർച്ച, കാരണം നേരിട്ട് അവർ തമ്മിൽ ചർച്ച നടത്തുന്നില്ല. അതിൻ്റെ ഇടയിൽ ഒമാനാണ് മധ്യസ്ഥ നിന്നുകൊണ്ട് ഒരാൾ പറയുന്നത് അപ്പുറത്ത് എത്തിക്കുന്നത്. എന്തായാലും ആ ചർച്ച നടക്കുകയാണ്. അതൊരു നിർണായക ചർച്ചയാവും എന്നുള്ള തരത്തിൽ തന്നെയാണ് പറയുന്നത്. കാരണം അമേരിക്ക ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പ് മുഴുവൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും അതുപോലെ ഇറാന്റെ തീരത്തൊക്കെ ഒരുക്കി നിർത്തിയിരിക്കുക. 2 വിമാനവാഹിനി യുദ്ധക്കപ്പലുകൾ, 165 രണ്ടിലും കൂടി 165 യുദ്ധവിമാനങ്ങൾ, പിന്നെ 40,000 സൈന്യം, 8 സേനാത്താവളങ്ങളിൽ അവിടെയുള്ള ആയുധങ്ങൾ അടക്കം, ഇന്റർസെപ്റ്റർ, അതുപോലെ തന്നെ F-15, F-16, F-35 യുദ്ധവിമാനങ്ങളൊക്കെ ആയിട്ട് വലിയ കോലാഹലം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ ചർച്ച നടക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞിരിക്കുന്നത്, വിശ്വസനീയമായ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിവരമനുസരിച്ച് ആണവ ബോംബ് ഇറാൻ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് നീങ്ങിയെന്ന് ഞങ്ങൾക്കിതുണ്ട്, അതിന് തെളിവുണ്ട്. അതുകൊണ്ട് അത് നിർത്തിയില്ലെങ്കിൽ അത് ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ ഇറാനെ കയറി ആക്രമിക്കുന്നതിലേക്ക് എത്തുമെന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നു. എന്തായാലും SKN, സൗദി അറേബ്യയിൽ എണ്ണയുടെ ഉൽപ്പാദനം അവർ വർദ്ധിപ്പിച്ചു, 73 ലക്ഷം. അതിന് അവർ സൂചന നൽകുന്നത് ഇറാൻ അമേരിക്ക യുദ്ധമുണ്ടാവുമെന്ന് സൗദി അറേബ്യ അവർ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ 73 ലക്ഷം ബാരലാണ് കഴിഞ്ഞ ഇന്നലെ അവിടെ അവർ ഉൽപ്പാദിപ്പിച്ചത്. ഒപ്പം തന്നെ റഷ്യയും ഇറാനും എണ്ണയുടെ വില കുറച്ചു. അത് ചൈനയ്ക്ക് വാങ്ങാൻ വേണ്ടിയാണ്. റഷ്യയെ സംബന്ധിച്ച് റഷ്യയിൽ നിന്ന് ഇറാനിൽ നിന്നാണ് ഇപ്പോൾ വാങ്ങുന്നത്. വെനിൻസുലയിൽ നിന്ന് ചൈനയ്ക്ക് കിട്ടുന്നില്ല. ചൈനയും ബദൽ നീക്കങ്ങൾ നടത്തുന്നുണ്ട്, യുദ്ധമുണ്ടായാൽ ഇറാനെ പിന്തുണയ്ക്കുന്ന തരത്തിൽ. ഇതിനിടയിലാണ് SKN, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ 2 ദിവസം ഇസ്രായേൽ സന്ദർശനത്തിന് എത്തിയിട്ടുള്ളത്. അദ്ദേഹം അവിടുത്തെ പാർലമെന്റായ നെസറ്റിൽ പ്രസംഗിച്ചിരുന്നു. അദ്ദേഹത്തിന് മെഡൽ ഓഫ് ദി നെസറ്റ് നൽകിയിരുന്നു. ഏറ്റവും വലിയ ഓർഡറാണ്. എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രി ആദ്യമായി ഇസ്രായേലിലെത്തുന്നത് 2017 അത് നരേന്ദ്രമോദിയായിരുന്നു. SKN, അപ്പോൾ അതിനിടയിൽ ഒരു വലിയ വാർത്ത പലതരത്തും പ്രചരിപ്പിക്കുന്നത്, ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ ഈ സമയത്ത് പോയതിൻ്റെ പിന്നിൽ വലിയൊരു മധ്യസ്ഥ ശ്രമമുണ്ട് എന്നൊരു വാർത്ത വരുന്നത്. കാരണം ഇസ്രായേലുമായിട്ട് ഇന്ത്യക്ക് വളരെ അടുത്ത ബന്ധമാണ്. ഹീ ഈസ് മൈ പേഴ്സണൽ ഫ്രണ്ട്, മോർ ദാൻ എ ഫ്രണ്ട് എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച്. അപ്പോൾ ആ തരത്തിൽ സംസാരിച്ചപ്പോൾ ഇതിൽ ഇറാൻ ആയിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണെന്ന് മാത്രമല്ല, ചബഹാർ പോർട്ട് 10,000 കോടിയാണ് ഇന്ത്യ അവിടെ മുടക്കിയിട്ടുള്ളത്. യുദ്ധമുണ്ടായ ഇറാനിൽ നമ്മളുണ്ടാക്കിയ പോർട്ട് തുറമുഖത്തിന് വരെ ഉണ്ടാവും. അവിടെ UN പോയിട്ട് ഇന്ത്യ വോട്ട് ചെയ്ത് ഇറാൻ അനുകൂലമായിട്ടാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഇറാൻ അനുകൂലമായി വോട്ട് ചെയ്യുന്നു, മറുഭാഗത്ത് ഇസ്രായേൽ സന്ദർശിക്കുന്നു. അപ്പോൾ ഇസ്രായേലും ഇറാനുമാണ് ഏറ്റുമുട്ടാൻ തയ്യാറായി നിൽക്കുന്നത്, പ്രത്യേകിച്ച് ബാലിസ്റ്റിക് മിസൈലുകളുടെ കാര്യത്തിൽ. അപ്പോൾ അമേരിക്കയും ഇസ്രായേലിനെയും, അമേരിക്കയായിട്ട് നേരിട്ട് ചർച്ച നടത്തിയില്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയെ സ്വാധീനിച്ച് ഒരു യുദ്ധം ഒഴിവാക്കുക എന്നൊരു ലക്ഷ്യം കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനത്തിലുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ഒപ്പം തന്നെ പല അറബ് രാജ്യങ്ങൾക്കിടയിലും വലിയ ആശയക്കുഴപ്പമുണ്ട്. ഈ അവസരത്തിൽ എന്തിനാണ് ഇസ്രായേലിൽ പോയത്? സൗദി അറേബ്യ പാകിസ്ഥാനുമായിട്ട് സൈനിക കരാർ ഉണ്ടാക്കിയത് കൂടി കൂട്ടി വായിക്കണം. കാരണം ഇറാനും സൗദി അറേബ്യയും തമ്മിൽ ശത്രുതയിലാണ്. സൗദിയായിട്ട് പാകിസ്ഥാന് കൂടാമെങ്കിൽ ഇറാനുമായിട്ട് എന്തുകൊണ്ട് ഇന്ത്യക്ക് കൂടിക്കൂടാ എന്ന രീതിയിൽ ഒരു പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയം കൂടി ഉരുത്തിരിയുന്നുണ്ട്. SKN, BP ജെയിംസ്, നമ്മുടെ റീന സതീശൻ പറയുന്നു, നമ്മുടെ MMC ആപ്പിൽ എങ്ങാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ചേർത്താൽ ഞാനാണ് ഈ ഐഡിയ SKN കൊടുത്തതെന്ന് അദ്ദേഹം പറയുമെന്നാണ് റീന സതീശൻ അമേരിക്കയുള്ള മധു കൊട്ടാരക്കരോട് ചോദിച്ചിരിക്കുന്നത്. അത് ഏതായാലും നല്ല കാര്യമാണ് SKN. ഒരു പക്ഷേ അദ്ദേഹം അവകാശപ്പെട്ടേക്കാം, സാധ്യതയുണ്ട്. ഇനി അറിയാൻ പറ്റില്ല. SKNന്റെ അടുത്ത് അങ്ങനെ ഈ ട്രംപ് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അല്ല, ഞാനിപ്പോൾ ഓർമ്മിക്കുന്നില്ല, അതാണ് പ്രശ്നം. ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടെന്ന് മറന്നു പോകും. അപ്പോൾ BP, മറ്റൊരു കാര്യം, ഈ ലൈംഗിക പീഡകൻ എപ്സ്റ്റീനുമായിട്ടുള്ള ബന്ധത്തിൽ ലോക കോടീശ്വരൻ ബിൽഗേറ്റ്സ് മാപ്പ് പറഞ്ഞു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നുണ്ടല്ലോ. SKN, ഇപ്പോൾ ട്രംപിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഈ ആരോപണം ആദ്യം വന്നത്. അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന ഡൊണാൾഡ് ട്രംപിനെതിരെയാണ്. അദ്ദേഹം ഈ ജെഫ്രി എപ്സ്റ്റീനുമായിട്ട് കറങ്ങി നടക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഫ്ലോറിഡയിലെ സ്വകാര്യ വസതിയായ മാർലാഗോയിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളുമായിട്ട് നീങ്ങുന്നത്, അതിൻ്റെയൊക്കെ ഒരുപാട് ദൃശ്യങ്ങൾ വരികയും അദ്ദേഹം പ്രതിക്കൂട്ടിലാവുകയും ഒക്കെ ചെയ്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്താണ് എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാനായിട്ട് US കോൺഗ്രസ് തീരുമാനിച്ചത്. അതിൽ
അദ്ദേഹം എല്ലാ നേതാക്കന്മാരുടെയും, അപ്പോൾ അവിടുത്തെ മുൻ പ്രസിഡന്റായിരുന്ന ബിൽ ക്ലിന്റൺ, അതുപോലെ തന്നെ ലോക കോടീശ്വരനായിട്ടുള്ള ബിൽ ഗേറ്റ്സ്, എലോൺ മസ്ക്, ഇപ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെ സ്റ്റാർമറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, പല രാജ്യങ്ങളിലെയും നേതാക്കൾ, ഇന്ത്യയിലെ ചില നേതാക്കൾക്കെതിരെ ഒക്കെ അത് ഔദ്യോഗികമായിട്ടൊന്നും വന്നിട്ടില്ല, പക്ഷെ പ്രചരണം നടക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയെ വരട്ടിയത് പോലും അങ്ങനെയാണെന്നുള്ള തരത്തിൽ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും എപ്സ്റ്റീൻ വിവാദം ലോകത്ത് എമ്പാടും കൊടുങ്കാറ്റായിട്ട് അടിച്ചുകൊണ്ടിരിക്കുക. 2008 ബിൽ ഗേറ്റ്സ് യഥാർത്ഥത്തിൽ എപ്സ്റ്റീനെതിരെ ലൈംഗിക ആരോപണം വന്നത്. പക്ഷെ 2011 14 ബിൽ ഗേറ്റ്സ് അദ്ദേഹത്തെ കണ്ടു എന്നും അത് തെറ്റായിപ്പോയെന്നും ബിൽ ഗേറ്റ്സ് പറയുന്നു. പക്ഷെ നമുക്ക് വേറെ ബന്ധമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ 2 റഷ്യൻ പെൺകുട്ടികളുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു എന്ന് ബിൽ ഗേറ്റ്സ് സമ്മതിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ആ ഫയലിലുണ്ട്. അപ്പോൾ ഈ തരത്തിൽ ഇത് വലിയ തനിക്ക് നേരെ വന്ന ആരോപണങ്ങളൊക്കെ ട്രംപ് ഇപ്പം മറ്റുള്ളവർക്ക് നേരെ തിരിച്ചുവിട്ട് ലോകത്ത് മുഴുവൻ ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു. എന്ന് മാത്രമല്ല SKN ഈ എപ്സ്റ്റീനെ കുറിച്ച് ഉയർന്നിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.